ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് മാരുതി സുസുക്കിൻ്റെ വാഗനറാണ്. അപ്പം കുറച്ച് വാഗനർ നമ്മളങ്ങനെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പഴയ മോഡൽ വാഹനമുണ്ട്, പുതിയ മോഡൽ വാഹനമുണ്ട്. വാഗനറിൽ പഴയ മോഡൽ വാഹനം നമ്മളങ്ങനെ സ്റ്റോക്കുള്ളത് 14 ഉണ്ട്, പിന്നെ ആ ലെവലിൽ ഒരു 17 വരെ ഉണ്ട്. പുതിയ മോഡൽ 2019 ഉണ്ട്, 22 ഉണ്ട്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു വാഹനമാണ് വാഗനർ. ജനപ്രിയ വാഹനം സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഒരു വാഹനമാണ് വാഗനർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളതെല്ലാം. പഴയ മോഡൽ വാഹനമാണെന്നുണ്ടെങ്കിൽ 1000 cc മാത്രമാണുള്ളത്. പുതിയ മോഡൽ വാഹനം 19 ശേഷം ഇറങ്ങിയത് BS6 1000 cc ഉണ്ട്, 1200 ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മളെ കൈമുള്ള എല്ലാ വാഹനവും 1000 cc ആണ്. പഴയ മോഡലും പുതിയ മോഡലും എല്ലാം 1000 cc വരുന്നത്. പഴയ മോഡൽ വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 to 17 വരെയും, പുതിയ മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18 to 19 വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഷോർട്ടായിട്ട് എല്ലാ വണ്ടിയും ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം. 2022 മോഡലാണ് 1000 cc. നമുക്കൊരു 5,40,000 രൂപ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ വരുന്നത് 2019 മോഡലാണ്, 4,20,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നത് 2015 മോഡലാണ്, 3,35,000 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഇത്രയും വാഹനത്തിൽ ആകെ ഒരു ഓട്ടോമാറ്റിക്കേ ഉള്ളൂ, 4,10,000 രൂപ കൊടുക്കാൻ പറ്റും, 17 ആണ്. പിന്നെ 2014 2,88,000 രൂപ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് വരെ 2016 3,55,000 രൂപക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. പുതിയ മോഡലാണെന്നുണ്ടെങ്കിൽ 2 വണ്ടിയും, പഴയ മോഡലിൽ 4 വാഹനമാണുള്ളത്. അപ്പോൾ ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നത് 2016 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പിലാണ്. 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി, സിൽവർ കളറാണ്. KL 26 അടൂരാണ് രജിസ്ട്രേഷൻ വരുന്നത്. വേറെ വണ്ടിയുമ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഷോറൂം കണ്ടീഷൻ തന്നെ ഉള്ളത്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, അത്രയുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,55,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,30 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2014 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 1,10,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. VXiനാണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി, വൈറ്റ് കളറാണ്. KL 65 തിരുവരങ്ങാടി രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ 4 ടയറും പുതിയ ടയറാണ്. ഏകദേശം 95% അടുത്ത് ടയറുണ്ട്. VXi ആയതുകൊണ്ട് തന്നെ പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത്. ബാക്ക് വൈപ്പർ, 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ. ടയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 പുതിയ ടയറാണ്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,88,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2,60 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് ഒരു ഓട്ടോമാറ്റിക്കാണ്. 2017 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ്. VXiനാണ് ഓപ്ഷൻ വരുന്നത്. വണ്ടിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് AMT ആണ്. AMT ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത, ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് KL 32 ആണ്, ചേർത്തലാണ്. പിന്നെ VXi ആയതുകൊണ്ട് സെയിം ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. അഡീഷണലായിട്ട് 2 എയർ ബാഗ് വരും, പിന്നെ ABS വരും. ഇത്രയുള്ള ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ വണ്ടിക്ക് വരുന്നുണ്ട്. സാധാ VXiയിലൊന്നും എയർ ബാഗ് വരില്ല, 2 എയർ ബാഗ് വണ്ടിക്ക് വരുന്നുണ്ട്. ഓപ്ഷണൽ ആയതുകൊണ്ടാണ്. ടയർ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടയറുണ്ട്, കുഴപ്പമില്ല. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,60 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2015 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് VXi ആണ്. KL 45 ഇരിങ്ങാലക്കുടിയാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. വേറെ വണ്ടിയുമ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തി തന്നെ വണ്ടിയുള്ളത്. ചെറുഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് VXi ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെ വരും വണ്ടിക്ക്. അഡീഷണൽ ഒരു സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,35,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് പുതിയ മോഡലിലൊരു വാഗനറാണ്. 2019 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പിലാണ്. 83,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് VXi ആണ്. KL2 കൊല്ലം രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. ഇതിന് പഴയ മോഡൽ വാഗനറിൻ്റെ പോലെ ഒന്നുകൂടി മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് BS6. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പേസ് ഉണ്ടാവും പഴയ മോഡലിനെ അപേക്ഷിച്ച്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറും ഉണ്ട്. പിന്നെ ഈ VXiയിൽ സേഫ് ഫീച്ചർ വരുന്നുണ്ട്. മാത്രമല്ല ബാക്ക് വൈപ്പർ വരില്ല. സിംഗിൾ എയർ ബാഗ് വണ്ടിക്ക് വരും. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ടയർ ഭാഗമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,20,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് വണ്ടി വരുന്നത് 2022 മോഡൽ കൂടിയ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല കോഫി കളറാണ്. VXi തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. 1000 cc ആണ് വണ്ടി വരുന്നത്. KL76 നന്മൻ്റെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തി തന്നെ വണ്ടിയുള്ളത്. ടയർ ഭാഗമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 4 ടയർ ഏകദേശം പുതിയ ടയറാണ്. ഒരു 90% എടുത്തുണ്ട്. ഇൻ്റീരിയർ ഭാഗത്ത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവറൊക്കെ ഉണ്ട് വണ്ടിക്ക്. പിന്നെ VXi ആണ്. സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരും. പിന്നെ മോഡൽ കൂടിയ വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,40,000 രൂപയാണ്. ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഈ കൂട്ടത്തിൽ ഫുള്ള് ലോൺ കയറുന്ന ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. രണ്ട് വാഹനത്തിന് ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിലേ പഴയ മോഡൽ വാഹനത്തിനാണിത്. ഏകദേശം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് ഉണ്ട്. ഇത് പുതിയ മോഡലിനാണ്. പഴയ മോഡലിനെ അപേക്ഷിച്ച് ഒന്നും കൂടി ഡിക്കി സ്പേസ് ഉള്ളത് പുതിയ മോഡൽ വണ്ടിക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ കൈമിൽ പഴയ മോഡൽ വാഹനം 4നും പുതിയ മോഡൽ വരുന്ന 2 വാഹനങ്ങളും സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മൊത്തം 6 വാഹനത്തിൽ ഒരു ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മാനുവലാണ് വരുന്നത്. എല്ലാ വണ്ടിയും VXiയിലാണ് വരുന്നത്. 1000 cc ആണ്. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ മാരുതിൻ്റെ വാഗനർ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് എല്ലാം. മാരുതിൻ്റെ പെട്രോൾ വാഹനങ്ങളൊരു പ്രത്യേകത, വണ്ടിക്ക് ലോ മെയിൻ്റെനൻസ് ആണ് വരിക. അതുപോലെ തന്നെ പാർട്സിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റാണ് വരിക. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജും കിട്ടും. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല പെട്രോൾ വാഹനങ്ങളായതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാഗനറൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.